ഞാനൊരു കാര്യമെന്ന് പറഞ്ഞിട്ട് സാർ ഇതുവരെ അതിനൊരു മറുപടി പോലും തന്നില്ല. അത് പോട്ടെ, ഇപ്പൊ ഞാൻ വന്നത് വളരെ സീരിയസ് ആയ ഒരു മാറ്ററുമായിട്ടാ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് കൈപ്പിടിയിൽ ഒതുങ്ങാൻ പോവാ സാറേ. എന്ത് കാര്യങ്ങൾ? ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ഗീതയുടെ. റോക്കി, ഇതൊരു ഓഫീസാണ്. ഒഫീഷ്യലായ കാര്യങ്ങൾ തന്നെ എനിക്കിവിടെ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങളുടെ ഭാര്യ ഗീത വന്ന് കണ്ടിരുന്നല്ലോ. അതെ, കണ്ടിരുന്നു. സ്ത്രീകളുമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ സ്ത്രീകൾ തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അത് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. ആ കാര്യത്തിലൊക്കെ റോക്കി ഡീസന്റാ സാറേ. റോക്കി ഇപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ല. പറയാം സാറേ. ഈ ഓഫീസാണല്ലേ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാലോ? എങ്കിൽ റോക്കി നടക്ക്, ഞാൻ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വരാം. അതെപ്പോഴാ സാറേ? ഞാൻ വന്നത് വളരെ അർജന്റായിട്ടൊരു കാര്യം പറയാനാ. എങ്കിലൊന്ന് വേഗം പറഞ്ഞു തീർക്കണം. അതെ, ജിഷയുടെ ശരിക്കുള്ള അമ്മ ആരാന്ന് നാദിറയ്ക്ക് മനസ്സിലായി. അതെങ്ങനെ? മുമ്പ് അമ്മച്ചി എടുത്തു വെച്ച അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ജിഷയുടെ മുറിയിൽ നിന്ന് നാദിറ കണ്ടെടുത്തു. എന്നിട്ട് എന്നതാ, നാദിറ അതുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുക. മിക്കവാറും പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും. ആ ആൾമാറാട്ട കാര്യം കൊച്ചിനെയും പോലീസ് ഇന്ന് പൊക്കും സാറേ. അല്ല, ആ ഫോട്ടോയിലുള്ള സ്ത്രീ ആരായിരുന്നെന്ന് റോക്കി കണ്ടോ? ഇല്ല, ഞാൻ എത്തുമ്പോഴേക്കും നാദിറ വിട്ടുപോയില്ലേ. അല്ല, നമുക്കിപ്പോ അവൾ ആരാന്നറിയലല്ല പ്രധാനം. എത്രയും പെട്ടെന്ന് ഗീതയെ ജേഡിയുടെ വീട്ടിലെത്തിക്കണം. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇതിലും പറ്റിയൊരവസരം ഇനി കിട്ടാനില്ല സാറേ. എന്നുവെച്ചാ നാദിറയ്ക്ക് ജേഡിയോടുള്ള വെറുപ്പ് മൂർധന്യതയിലെത്തി നിൽക്കുക. അതിൻ്റെ ഒപ്പം ഗീതയും കൂടെ അങ്ങോട്ട് കയറി ചെന്നാ ഒക്കെ തീരും സാറേ. നാദിറ ഇന്ന് തന്നെ ഞങ്ങളോടൊപ്പം അങ്ങ് പോരുകയും ചെയ്യും. ഇതൊന്നും ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കാര്യമില്ല റോക്കി. തീരുമാനമെടുക്കേണ്ട ഗീതയാണ്. അതിന് നിങ്ങളുടെ ഭാര്യയെ ഒന്നുകൂടി അവളുടെ അടുത്തേക്ക് അയക്കുന്നതാവും നല്ലത്. അപ്പോ സാറ് പറഞ്ഞ ഗീത കേൾക്കത്തില്ലയോ? ഇല്ല, ഇന്നത് ചെയ്യണമെന്ന് ഗീതയോട് പറയാൻ ഞാനാരാ? റോക്കി വന്നതും പറഞ്ഞതും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ അറിയിച്ചോളാം. മതി. കൂട്ടത്തിൽ ഇത് കൊള്ളാവുന്നൊരു വഴിയാണെന്നൊരു അഭിപ്രായം കൂടെ സാറൊന്നും അങ്ങോട്ട് കാച്ചേര്. അതിനെന്നതായാലും ഗീത ഒരു വില കൽപ്പിക്കാതിരിക്കത്തില്ലേ? ബാക്കിയൊക്കെ ഗ്ലാഡിസിന് വിട്ട് ഞാൻ പറയിച്ചോളാം. എന്തേ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ. ഓ, ഇതെവിടുന്ന മണിയെടുത്തേം കൂട്ടി? എന്താ കാര്യം? എന്താണെന്ന് ഇവര് തന്നെ പറയും. പറയേ, കണ്ണീരുകൊണ്ട് ഇനി സത്യത്തെ മൂടാന്ന് കരുതണ്ട. പറയേ. എന്താ ഏട്ടത്തി, എന്താ ഉണ്ടായേ? ജയദേവ, തെറ്റുപറ്റിപ്പോയി, പൊറുക്കണം. എന്താ ഏട്ടത്തി ഇത്? എന്താടോ ഇതൊക്കെ? കുറ്റബോധത്തിന്റെ കണ്ണീര്. ബാക്കിയൊക്കെ ഇവര് തന്നെ പറയും. പിന്നെന്തിനെങ്ങനെ വെപ്രാളപ്പെടുന്നേ? ഏട്ടത്തി എനിക്ക് അമ്മയ്ക്ക് തുല്യ, അത് മറക്കരുത്. മറന്നത് ഞാനല്ല, അമ്മയെ പോലെയും അച്ഛനെ പോലെയും നിങ്ങൾ കരുതിയവർ തന്നെ. അതെ, വാക്കുകൾ തൊണ്ടേ കുരിക്കാലൊന്നും ഊമയാവില്ല. പറയാനുള്ളത് മുഴുവൻ പറയിപ്പിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടുള്ളൂ. എന്നോട് ചൂടാവുന്നത് ഇവര് പറയുന്ന മുഴുവൻ കേട്ടിട്ട് മതി. ഞാൻ പറയാം. നമ്മുടെ ജിഷമോളുണ്ടല്ലോ, അവള് വിശ്വേട്ടന്റെ എന്റെയും മോളല്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെ, അവള് ഞങ്ങളുടെ മോളല്ല, ഞങ്ങളുടെ പൊന്നുമോൾ. ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലായി. അവളുടെ പേരിൽ ഒരു പാവം കുട്ടി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയ
വിശ്വേട്ടൻ ഒരു പരിചയക്കാരുടെ മകളെ നിന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം. അവളെവിടെയാ മാമേ? കോളേജിൽ നിന്ന് അവൾ എത്തിയില്ലല്ലോ മോളെ. ഓ, എന്ത് ചെയ്യണം? അവള് പരീക്ഷ കഴിഞ്ഞ് വരാൻ നമ്മൾ കാത്തു നിൽക്കണം, അതോ അങ്ങോട്ട് ചെന്ന് ഇവരുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം? ആ പോയത് അവളെ ഇവിടെ തുടർന്ന് നിർത്തിക്കൊള്ളാമെന്നുള്ള മൗനസമ്മതമായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. ആ കൈ കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ കയ്യിൽ അവളെ തിരിച്ചേൽപ്പിക്കും. എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇത്രയൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും അവളെ സംരക്ഷിക്കാന്നാണോ? ഇല്ല, നാദ്ര അതിന് സമ്മതിക്കൊന്ന് കരുതണ്ട. അവളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി. ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദന, വീർപ്പുമുട്ടല് ഒന്നും നിങ്ങൾക്ക് അറിയണ്ടായിരുന്നല്ലോ. അതോ എല്ലാം അറിഞ്ഞിട്ടും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ അറിവില്ലായ്മ അഭിനയിച്ചതോ? പറ. പ്ലീസ്, ഒരല്പസമയം എന്നെ വെറുതെ വിട്, നമുക്ക് സംസാരിക്കാം. വേണ്ട, ഇത് എനിക്ക് മാത്രം സംസാരിക്കാനുള്ള സമയമാണ്. നിങ്ങൾ കേട്ടിരുന്നാ മാത്രം മതി. അനുസരിക്കുക മാത്രമേ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. JD എന്ന വ്യക്തിയുടെ ചിന്തകൾക്കും വാക്കുകൾക്കും അർത്ഥമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ ചതിച്ചു തോൽപ്പിച്ച ഈ അവസ്ഥയിൽ അവരിൽ നിന്ന് സ്വയം നിങ്ങൾ പിന്മാറിയേ പറ്റൂ. സാധ്യമല്ല. നീ പറയുന്ന ഒന്നിനും ഞാനിപ്പോ തയ്യാറല്ല, കേൾക്കാൻ പോലും. എനിക്കെന്റെ മനസ്സിനോട് ചോദിക്കണം. മനസ്സ് തരുന്ന ഉത്തരമല്ലാതെ നിന്റെ ആജ്ഞ അനുസരിക്കാൻ എനിക്ക് കഴിയില്ല. JDയുടെ ഒരു മനസ്സ്, നന്മയുടെ കൂമ്പാരമെന്ന് ഞാൻ ഒരിക്കൽ തെറ്റിദ്ധരിച്ചു പോയ കപട മനസ്സ്, വിശ്വാസവഞ്ചന ആര് ചെയ്താലും പൊറുക്കാനാവാത്തതെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അതേ വഞ്ചന എന്നോട് തന്നെ ചെയ്യായിരുന്നു നിങ്ങള്. അത് എവിടുന്ന് വന്ന ഒരു പെണ്ണിന് വേണ്ടി? ഇനി എനിക്കറിയേണ്ടത് അവള് നിങ്ങളുടെ ആരാണെന്ന്. പെറ്റമ്മയായിട്ട് അഭിനയിച്ചവള് പോലും പിന്മാറിയിട്ട് സ്വയം എടുത്തണിഞ്ഞ വളർത്തച്ഛന്റെ വേഷം നിങ്ങൾ അഴിച്ചു വെക്കാൻ മടിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ? പറേ. പണ്ട് സ്വന്തം സൃഷ്ടിയെ തീയിലിട്ട് കരിച്ചതിന് നിങ്ങൾ ഗീത ഉപേക്ഷിച്ചതോ, അതോ ഇതുപോലൊരു അവിഹിത സൃഷ്ടിയെ അംഗീകരിക്കാനാവാത്തതിന് ഗീത നിങ്ങളെ ഉപേക്ഷിച്ചതോ? ശബ്ദമുയർത്തി സംസാരിച്ചാലൊന്നും നാദ്ര ഇനി പതറില്ല. ഏതോ പെരുവഴിയിൽ നിന്ന് ഞാൻ തിരിച്ചെടുത്ത് ഈ ജീവനും ജീവിതവും എനിക്ക് വേണ്ടി മാത്രമായിട്ട് വിട്ടുതരാൻ കഴിയുമെങ്കിൽ അവസാനമായി ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം. അതല്ല എന്നെക്കാ സ്ഥാനം നൽകി ജിഷയെ വീണ്ടും ഈ വീട്ടിൽ നിർത്താനാണ് ഭാവമെങ്കിൽ ഇന്ന് തന്നെ നാദ്ര ഈ മനസ്സിന്റെ പടിയിറങ്ങും എന്നേക്കുമായി. ഇതിലപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല. എന്തു വേണമെന്ന് ഇപ്പൊ തീരുമാനിക്കാം. ഞാനോ അതോ ജിഷയോ? അവളെ ഞാൻ പറഞ്ഞു വിട്ടോളാം. പക്ഷേ അവളെ എന്നെ ഏൽപ്പിച്ച വിശ്വേട്ടന്റെ കയ്യിൽ തന്നെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം. എപ്പോഴാ അതിന് മുഹൂർത്തം? വിശ്വേട്ടൻ വരുന്ന ഏത് നിമിഷവും. വിശ്വേട്ടൻ ഇനി ഒരിക്കലും മടങ്ങി വന്നില്ലെങ്കിലോ? സന്യാസമല്ലേ, അതിന്റെ അവസാനം തിരിച്ചുവരവല്ല. വിശ്വേട്ടനെ ഞാൻ കണ്ടുപിടിക്കും. എന്തിനായിരുന്നു ഈ ചതിയെന്ന് ആ മുഖത്ത് നോക്കി എനിക്ക് ചോദിക്കണം. അവളുടെ പരീക്ഷ കഴിയുന്ന ദിവസം അവളെയും കൊണ്ട് ഞാൻ തന്നെ പോയിക്കോളാം.
എന്നിട്ട് ഏട്ടന്റെ പുതിയ ന്യായീകരണങ്ങളിൽ മനസ്സലിഞ്ഞ് മറ്റൊരർത്ഥത്തിലും ഭാവത്തിലും വീണ്ടും ജിഷയുടെ രക്ഷിതാവായിട്ട് നിങ്ങൾ ഈ വീട്ടിൽ തന്നെ തിരിച്ചു വരും. അതിലപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഈ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ജിഷയെ ഇവിടെ നിർത്തിക്കൊണ്ടുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ദയവായി ഞാൻ പറയുന്നൊന്ന് കേക്ക്. തെറ്റ് ചെയ്തത് അവളല്ല. ഒന്നും അറിയാത്ത ആ കുട്ടി ഈ വേഷം കെട്ടിച്ചവരാ. അവളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ തുടങ്ങി വെച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് തല്ലിക്കെടുത്തുന്നത് മനുഷ്യത്വമല്ല. ബന്ധവും കടപ്പാടും ഒന്നുമില്ലെങ്കിലും നൽകിയതൊന്നും തിരിച്ചെടുക്കാതെ അവളെ ഇനി വിശ്വേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനൊരു സമയം, അത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സന്മനസ്സുണ്ടെങ്കിൽ സമ്മതിക്കുക, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പോയില്ലേ നിങ്ങൾ? എന്തിനാ പിന്നെ ഇവിടെ ഇരിക്കുന്നത്? ഇറങ്ങിപ്പോന്ന് പറയിപ്പിച്ച് ആ ശാപം കൊണ്ട് എന്റെ തലയിൽ കെട്ടിവെക്കാൻ. എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോ, ഏട്ടത്തെ അനുഭവിച്ചോളാം. പക്ഷെ വിശ്വേട്ടനെ നീ ശത്രുവായിട്ട് കാണരുത്. എനിക്കറിയാം ഇനി ഓരോരുത്തരെ എങ്ങനെ കാണണം. അത് ഓർമ്മിപ്പിക്കാൻ ഇനി ആരും ഇവിടെ നിൽക്കണ്ട. ജിഷമോള് വന്നിട്ട് അവളെയും കൊണ്ട് ഞാൻ പൊയ്ക്കോളാം. എന്നിട്ട് നീ ആരെ ഏൽപ്പിക്കാൻ? പുതിയ സ്പോൺസർ ആരാണെന്ന് വിശ്വേട്ടൻ പറഞ്ഞോ? ശവത്തെ കുത്തരുത് ജയദേവ. ചെയ്തത് തെറ്റായി പോയെന്ന് സമ്മതിച്ചില്ലേ? അത് തിരുത്താനല്ലേ ഞാൻ വന്നത്. എങ്ങനെ തിരുത്തും? ഓ, നിങ്ങൾക്കൊക്കെ തോന്നും പോലെ വെട്ടിത്തിരുത്താവുന്നതാണല്ലോ എന്റെ ജീവിതം. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നീ പറ. ജിഷമോളെ കൊണ്ടുപോയാൽ തീരുന്ന നാദര പറയുന്നേ. ഞങ്ങളെ കാരണം നിങ്ങളുടെ ജീവിതം തകരാൻ പാടില്ല. അതൊന്നും ഇനി നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിടേണ്ട കാര്യങ്ങളല്ല. ഇവിടെ എന്തു നടക്കുന്നു എന്ന അന്വേഷണങ്ങളും വേണ്ട. ഞാൻ തനിച്ചു പൊയ്ക്കോളാനാണോ നീ പറയുന്നേ? അതെ, അവളെ എന്റെ ഈ കൈകളിലോട്ട് തന്നിട്ട് നിന്റെ കുഞ്ഞിനെ പോലെ കണ്ടു വളർത്തണമെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തിരിച്ചേൽപ്പിക്കണം എനിക്കവളെ. മരിച്ചുപോയ മകളെ പുനർജീവിപ്പിച്ചു കൊണ്ടുവന്നത് ഏട്ടന്റെ സന്യാസസിദ്ധിയാണോ അതോ അതിനു മുമ്പ് എങ്ങോ സംഭവിച്ചു പോയ പാപത്തിന്റെ ഫലമാണോ എന്ന് ആ മുഖത്ത് നോക്കി ചോദിക്കണം. അയ്യോ വേണ്ട. ആ മനുഷ്യനെ കുറിച്ച് ഇത്തരം ദൈവദോഷം മാത്രം പറയല്ലേ. ദൈവത്തിന് നിരക്കാത്തത് നിൽക്കുക ചെയ്യാം. ഞാൻ പറയുന്നതിലാണ് തെറ്റ്. അവളെ എന്റെ ഈ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ അതെന്തായാലും എന്നോട് തുറത്ത് പറയാമായിരുന്നില്ല. അവൾ ആരായിരുന്നാലും വിശ്വേട്ടിന് വേണ്ടി ഞാൻ അവളെ സ്വീകരിക്കുമായിരുന്നില്ല. എന്നിട്ട് ഏട്ടനെ നേരിൽ കാണാതെ ആ മനസ്സിനെ നീ അളക്കല്ലേ. അരുതാത്തൊന്നും ഇനിയെങ്കിലും നിന്റെ നാവിൽ നിന്ന് വീണു പോവരുത്. വേണ്ട ഉപദേശം മതി. നിങ്ങളെ കാരണം കേൾക്കാൻ പാടില്ലാത്ത പലതും ഞാൻ കേട്ടു. അന്ധമായി വിശ്വസിച്ചു പോയതിന് ശിക്ഷ. ഇനി അതിനൊന്നും വയ്യ. പൊയ്ക്കോ പൊയ്ക്കോ. പോവാ. ആട്ടി ഇറക്കുന്നതിന് മുമ്പ് പൊയ്ക്കോളാം. നിൽക്ക്. നിങ്ങൾ ഇവിടുന്ന് പോയാല് ജിഷ ഇവിടുന്ന് ആര് കൊണ്ടുപോകും? ആരും കൊണ്ടുപോകില്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് അംഗീകരിക്കാനാവില്ലെങ്കിൽ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതേ നടക്കും. എന്റെ ജേഡി, കാര്യങ്ങൾ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടും തെറ്റുകൾ സമ്മതിച്ച് അത് തിരുത്താൻ ബന്ധപ്പെട്ടവർ വന്നിട്ടും കുടുംബത്തിന്റെ സ്വസ്ഥത കണക്കിലെടുക്കാതെയുള്ള ഈ വാശി, അത് ബുദ്ധിമോശമാണെന്ന് ഈ അമ്മാമ്മ പറയുന്നുള്ളൂ. ഒരുപാട് ലക്ഷ്യങ്ങളും പ്രതീക്ഷകളും അവൾ എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉപേക്ഷിക്കാം. പക്ഷേ തുടങ്ങി വെച്ചതൊക്കെ
മുഴുവിപ്പിക്കാനെങ്കിലും ഈ എക്സാം എഴുതാൻ അവളെ സമ്മതിക്കണം. ഇവിടെ നടന്നൊന്നും അറിയിക്കാതെ ഒരു 5 ദിവസങ്ങൾ. അടുത്ത ദിവസം അവൾ പോയിരിക്കുമെന്ന് ഉറപ്പ് തരാം. മറിച്ച് അതിനു മുമ്പ് അവൾ ഇതറിഞ്ഞാൽ എന്റെ തീരുമാനം ചിലപ്പോ ഒരിക്കലും അവൾ ഉപേക്ഷിക്കേണ്ടെന്നായിരിക്കും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. you